ഹലോ വെൽക്കം ടു G2 മീഡിയ. നമ്മളിന്ന് വന്നിരിക്കുന്നത് തുടരും സിനിമയുടെ ഇന്നലെ ദിവസം, അതായത് രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിവസമായിരുന്നു സിനിമ ഇറങ്ങി 8ാമത്തെ ദിവസമായിരുന്നു. അപ്പോൾ 8ാമത്തെ ദിവസം വേൾഡ് വൈഡായിട്ട് കിട്ടിയ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇന്ന് വീണ്ടും ഒരു ശനിയാഴ്ച ദിവസം, ഒരു അവധി ദിവസത്തേക്ക് കടക്കുവാണ്, വീക്കെൻഡാണ്. അപ്പം ഇന്ന് ശനിയാഴ്ച ദിവസം എത്രത്തോളം ബുക്കിംഗ് ഉണ്ട്, പിന്നെ അതുകൂടാതെ കുറേയധികം അപ്ഡേറ്റുകൾ തുടരും സിനിമയായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്, റെക്കോർഡുകളും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പം എല്ലാ വിശേഷങ്ങളും തുടരും സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായും പ്രതീക്ഷിക്കുന്നു. നമുക്ക് ആദ്യം തന്നെ ഈ തുടരും സിനിമയുടെ ബുക്കിംഗ് നിലവാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്ന് ശനിയാഴ്ച ദിവസമാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് വൈകുന്നേരമൊക്കെ കത്തിക്കേറുന്ന രീതിയിലുള്ള എക്സ്ട്രാ ഷോകളുടെ അയ്യൊരു കളിയൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. 190 ഷോയോളമാണ് ഫാസ്റ്റ് ഫീഡിങ് നമുക്ക് കൊച്ചി സിറ്റിയിൽ മാത്രം കാണാൻ സാധിക്കുന്നത്. ട്രിവാൻഡ്രത്തും മോശമല്ല, 150 ഷോയോളം ഫാസ്റ്റ് ഫീഡിങ് ഇന്നൊരു ദിവസം കാണാൻ സാധിക്കുന്നുണ്ട്. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ കൂടും കേട്ടോ, ഈ പറയുന്നിടത്തെല്ലാം തന്നെ. കോഴിക്കോട് 85 ഷോ ഫാസ്റ്റ് ഫീഡിങ്ങും, തൃശ്ശൂർ 75 ഷോ ഫാസ്റ്റ് ഫീഡിങ്ങും, കൊല്ലത്ത് 60 ഷോ ഫാസ്റ്റ് ഫീഡിങ്ങും, ആലപ്പുഴയിൽ 40 ഷോ ഫാസ്റ്റ് ഫീഡിങ്ങും, പാലക്കാട് 30 ഷോ ഫാസ്റ്റ് ഫീഡിങ്ങും, കോട്ടയത്തും പത്തനംതിട്ടയിലും 15 ഷോ വീതം ഫാസ്റ്റ് ഫീഡിങ്ങും, ഇടുക്കിയിൽ 8 ഷോ ഫാസ്റ്റ് ഫീഡിങ്ങും, കണ്ണൂർ 15 ഷോ ഫാസ്റ്റ് ഫീഡിങ്ങും, വയനാടും കാസർഗോഡും 9 ഷോ വീതം ഫാസ്റ്റ് ഫീഡിങ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ കേരളം ഒട്ടാകെ നോക്കുമ്പോൾ 950 ഷോയോളം ഫാസ്റ്റ് ഫീഡിങ് ആണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ പ്രധാനപ്പെട്ട സെൻറ്ററുകളിൽ നിന്നും മാത്രം 750 ഷോയോളം ഫാസ്റ്റ് ഫീഡിങ്ങും, ബാക്കി ചെറുതും വലുതുമായിട്ടുള്ള ചെറിയ പട്ടണങ്ങളിലെ എല്ലാ തിയേറ്ററുകളും കൂടെ നോക്കുമ്പോൾ 950 ഷോയോളം ഫാസ്റ്റ് ഫീഡിങ് ഇന്ന് ശനിയാഴ്ച ദിവസം, ഇന്ന് 4 മണിക്ക് മുൻപ് നോക്കുമ്പം, ഇന്ന് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം എല്ലാം കൂടെ നോക്കുമ്പോൾ ഫാസ്റ്റ് ഫീഡിങ് കൗണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വൈകുന്നേരം എങ്ങനെയായാലും ഒരു 19 ഷോയോളം കേരളത്തിൽ ഒട്ടാകെ എക്സ്ട്രാ ഷോകളും അല്ലെങ്കിൽ ഫാസ്റ്റ് ഫീഡിങ് ഇപ്പം പച്ച കത്തിയിരിക്കുന്നതൊക്കെ ഫാസ്റ്റ് ഫീഡിങ് ആയിട്ട് മാറാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഈ ഫാസ്റ്റ് ഫീഡിങ് എല്ലാം ഹൗസ്ഫുൾ ഷോയിലേക്ക് നീങ്ങി റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പന തന്നെ കഴിഞ്ഞ ഒരാഴ്ചയിലെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ് പോകുന്ന ദിവസമായിട്ട് ഇന്ന് മാറാനുള്ള സാധ്യതയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും മൊത്തത്തിൽ 950 ഷോയോളം കേരളം ഒട്ടാകെ ഫാസ്റ്റ് ഫീഡിങ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് 1000 കടക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. ഇപ്പം മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് 10,000 ടിക്കറ്റാണ് പെർ മണിക്കൂറിൽ വിറ്റ് പോകുന്നത് ഇത്രയും നേരം കഴിഞ്ഞിട്ടും. പിന്നെ നാളെ ഞായറാഴ്ചയാണ്, നാളെയും റെക്കോർഡ് വേഗത്തിലുള്ള ബുക്കിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളത്തിന് പുറത്തും മോശമല്ല, ബാംഗ്ലൂർ 60 ഷോ ഫാസ്റ്റ് ഫീഡിങ് നമുക്ക് കാണാൻ സാധിക്കുന്നു, ചെന്നൈയിൽ 35 ഷോ ഫാസ്റ്റ് ഫീഡിങ്ങും കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യ ഒട്ടാകെ നോക്കുമ്പോൾ 1100 ഷോയിലധികം ഫാസ്റ്റ് ഫീഡിങ് നിലവിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. 4 കോടിയിലധികം പ്രീ സെയിൽ കളക്ഷനായിട്ട് മാത്രം വന്നതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു 7 കോടി റേഞ്ചിലുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കാനുള്ള സാധ്യതയാണ് നിലവിലെ പ്രീ സെയിൽ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്നലെ കർണാടക സംസ്ഥാനത്ത് നിന്ന് 28 ലക്ഷം രൂപയോളം സ്വന്തമാക്കി മൊത്തം 5,63 ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 15 ലക്ഷം രൂപയോളം നേടി 2,25 ലക്ഷവും, തമിഴ്നാട് സംസ്ഥാനത്ത് 15 ലക്ഷം രൂപ ഇന്നലെ സ്വന്തമാക്കി മൊത്തം 2,90 ലക്ഷം രൂപയും, ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ 12 ലക്ഷം രൂപ സ്വന്തമാക്കി മൊത്തം 2,92 ലക്ഷം രൂപയോ ആയിരിക്കുകയാണ്. അങ്ങനെ കേരള ബോക്സ് ഓഫീസിൽ ഇന്നലെ അല്പം മങ്ങിയെന്ന് തന്നെ പറയാം, എങ്കിലും കുഴപ്പമില്ല, ഇന്ന് അതിൻ്റെ ഡബിൾ എനർജിയിൽ തിരിച്ചു വരുവാണ്. 5,60 ലക്ഷം രൂപയാണ് ഇന്നലെ വെള്ളിയാഴ്ച ദിവസം വർക്കിംഗ് ഡേയിൽ നേടിയത്. മൊത്തം കേരള ബോക്സ് ഓഫീസിലെ കളക്ഷൻ എന്ന് പറയുന്നത് 52,35 ലക്ഷം രൂപയാണ് 8 ദിവസം കൊണ്ട് സ്വന്തമാക്കിയത്. അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മൊത്തത്തിൽ 6,30 ലക്ഷം രൂപയാണ് 8ാമത്തെ ദിവസമായ വെള്ളിയാഴ്ച ദിവസം സ്വന്തമാക്കിയത്. അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മൊത്തത്തിൽ 8 ദിവസം കൊണ്ട് സ്വന്തമാക്കിയത് 66,5 ലക്ഷം രൂപയാണ്. അതൊരു 100 കോടിക്കപ്പുറത്തേക്ക് ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ കളക്ഷൻ റിപ്പോർട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. പോകും, ഉറപ്പാണ്. ഇനി വിദേശ രാജ്യത്ത് ഇന്നലെ 4,45 ലക്ഷം രൂപയോളം സ്വന്തമാക്കി മൊത്തം വിദേശ രാജ്യത്ത് ഓവർസീസിൽ നിന്നും 64,45 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് 8 ദിവസം കൊണ്ട്. വേൾഡ് വൈഡായിട്ട് 10,75 ലക്ഷം രൂപ ഇന്നലെ സ്വന്തമാക്കിയപ്പോൾ വേൾഡ് വൈഡായിട്ട് 8 ദിവസം കൊണ്ട് സ്വന്തമാക്കിയത് 130,50 ലക്ഷം രൂപയാണ്. അപ്പം ലൂസിഫർ സിനിമയുടെ ആ റെക്കോർഡ് ഗതം അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി തുടരും സിനിമ ലൂസിഫറിനെ മറികടന്നിരിക്കുകയാണ്. 100 കോടി അടിച്ച ARM, മാർക്കോ,
ലൂസിഫർ, ഈ 3 സിനിമകളാണ് ഇതിന് തൊട്ട് പുറകിലുള്ളത്. അങ്ങനെ 3 സിനിമയെ മലർത്തി അടിച്ച് മുന്നോട്ട് ജൈത്രയാത്ര തുടരുവാണ്. ഇനി ഇതിന് മുമ്പിലുള്ളത് പ്രേമലു സിനിമയാണ്. അത് ഇന്നത്തോടുകൂടി മറികടക്കും, ഇന്നത്തെ കളക്ഷനോടുകൂടി മറികടന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നെ പുതുമുരുകനുണ്ട് 150 കോടി, ആവേശം 160 കോടി, ആ 2 സിനിമകൾ. പിന്നെ ആടുജീവിതം 2018. ഇങ്ങനെ 4-5 സിനിമയാണ് ഇനി ഇതിനു മുൻപിൽ നിസ്സാരമായിട്ട് ഇതിന് മറികടക്കാൻ പറ്റുന്നത്. പിന്നെ മഞ്ഞുമ്മൽ ബോയ്സും എമ്പുരാൻ സിനിമയാണ്. ഇതിനെ മറികടക്കോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയണം. എന്തായാലും 2018 വരെ മറികടന്ന് 3-ാം സ്ഥാനം എന്തായാലും തുടരും സിനിമ നമുക്ക് ഉറപ്പിക്കാം അല്ലേ? നമുക്ക് നോക്കാം. ഈ സിനിമ 200 കോടി കടക്കുമെന്ന് ഇപ്പോഴും ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം രേഖപ്പെടുത്തുക, എത്രത്തോളം ഇതിൻ്റെ കളക്ഷൻ മുന്നോട്ട് പോകുന്നുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ലൂസിഫർ സിനിമയെ മറികടന്നു. ഈ ശരവേഗം പല റെക്കോർഡുകളും തകർത്തെറിഞ്ഞ് ലാലേട്ടൻ്റെ ആ ഒരു സ്റ്റാർഡം വീണ്ടും കാണിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതിനും വരെ